കടുവയുടെ നിറം എന്താണ്? സംശയമില്ലാതെ നമ്മൾ പറയും ഓറഞ്ചിൽ കറുപ്പും വെള്ളയും വരകൾ എന്ന്. എന്നാൽ ആ ഓറഞ്ച് വരകൾ കാണുന്നത് നമ്മൾ മനുഷ്യർ മാത്രമാണെങ്കിലും മാനിന്റെ കണ്ണിൽ ആ ഓറഞ്ച് നിറം കടും പച്ചയാണെങ്കിലോ? അതെ, കടുവയുടെ പ്രശസ്തമായ ഓറഞ്ച് നിറം അതിന്റെ ഇരകളെ സംബന്ധിച്ചിടത്തോളം കടുവയുടെ രഹസ്യായുധമാണ്. ഒരു പച്ചപ്പാണ്. നമ്മൾ മനുഷ്യർ ട്രൈക്രോമാറ്റുകളാണ്. അതായത് നമ്മുടെ കണ്ണുകളിലെ റെറ്റിനയിൽ 3 തരം കോൺ കോശങ്ങളുണ്ട്. ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നാണിത്. ഈ 3 നിറങ്ങളുടെ വ്യത്യസ്തമായ മിശ്രണങ്ങൾ തലച്ചോറിൽ വെച്ച് കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ ലക്ഷക്കണക്കിന് നിറങ്ങളുള്ള ഈ മനോഹരമായ ലോകം കാണുന്നത്. ചുവപ്പും പച്ചയും ചേരുമ്പോൾ ഓറഞ്ചും മഞ്ഞയും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നതും ഇതുകൊണ്ടാണ്. എന്നാൽ കടുവയുടെ പ്രധാന ഇരകളായ മാനുകൾ, കാട്ടുപന്നികൾ, പോത്തുകൾ തുടങ്ങിയ ജീവികളുടെ കാര്യം അങ്ങനെയല്ല. അവ ഡൈക്രോമാറ്റുകളാണ്. അവരുടെ കണ്ണുകളിൽ 2 തരം കോൺ കോശങ്ങൾ മാത്രമേ ഉള്ളൂ, നീലയും പച്ചയും. ചുവപ്പ് നിറം തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കില്ല. ഇതിനെ ചുവപ്പ് പച്ച വർണ്ണാന്തത എന്ന് ലളിതമായി വേണമെങ്കിൽ പറയാം. അവരുടെ ലോകം എന്നാൽ നീലയുടെയും പച്ചയുടെയും വിവിധ ഷെയ്ഡുകൾ മാത്രമാണ്. ചുവപ്പ് നിറമോ ഓറഞ്ച് നിറമോ അവർ കാണുന്നില്ല. പകരം ആ നിറങ്ങളെല്ലാം പച്ച നിറത്തിന്റെ പല വകഭേദങ്ങളായി മാത്രം കാണുന്നത് കൊണ്ട് പച്ച ഇലകൾക്കിടയിൽ നിന്ന് അവയെ വേർതിരിച്ചറിയാൻ അവർക്ക് വളരെ പ്രയാസമാണ്. ഒരു കടുവ പതുങ്ങുമ്പോൾ നമ്മുടെ ഡൈക്രോമാറ്റ് കണ്ണുകൾക്ക് അതിന്റെ ഓറഞ്ച് നിറം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. എന്നാൽ മാനിന്റെ ഡൈക്രോമാറ്റ് കണ്ണുകൾക്ക് മുന്നിൽ ആ കാഴ്ച എങ്ങനെയായിരിക്കും? ചുറ്റുമുള്ള ഇലകളുടെ അതേ പച്ച നിറത്തിൽ ഒരു രൂപം. കടുവയുടെ ദേഹത്തെ കറുത്ത വരകൾ പുല്ലുകൾക്കിടയിലെയും മരത്തടികൾക്കിടയിലെയും നിഴലുകളായി അവയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. പരിണാമത്തിന്റെ ഒരു വിദ്യയാണിത്. കടുവകൾക്ക് സസ്തനികളായതുകൊണ്ട് രോമങ്ങളിൽ പച്ചനിറം ഉണ്ടാക്കുക എന്നത് ജനിതകപരമായി വളരെ പ്രയാസമാണ്. സങ്കീർണമായ തന്മാത്രകൾ അതിന് ആവശ്യവുമാണ്. എന്നാൽ ഓറഞ്ച് നിറം എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ പരിണാമം ഒരു കുറുക്കുവഴി കണ്ടെത്തി. ഇരയുടെ കാഴ്ചയിലെ പരിമിതിയെ മുതലെടുക്കുക. ഇരയ്ക്ക് ഓറഞ്ചും പച്ചയും തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തിനാണ് കഷ്ടപ്പെട്ട് പച്ചനിറം ഉണ്ടാക്കുന്നത്? ഓറഞ്ച് നിറം തന്നെ ധാരാളം. അത് മനുഷ്യന്റെ കണ്ണിൽ ഒരു തീഗോളമാണെങ്കിലും മാനിന്റെ കണ്ണിൽ അതൊരു പച്ചിലക്കാടാണ്. ആ ഓറഞ്ച് നിറം വെറും ഒരു നിറമല്ല, മറിച്ച് അതിജീവനത്തിനു വേണ്ടി പ്രകൃതി ഒരുക്കിയ ഏറ്റവും സമർത്ഥമായ ഒരു ചതിയുടെ കഥയാണത്. ഇരയുടെ കണ്ണിൽ പൊടിയിട്ട് മരണത്തിന്റെ നിഴലായി മാറുന്ന ഒരു വേട്ടക്കാരന്റെ കഥ. അതേസമയം മൃഗങ്ങളുടെ ലോകത്ത് വർണ്ണം മാത്രമാണ് വേട്ടയ്ക്ക് സഹായകമാകുന്നതെന്ന് പറയാനാകില്ല. ചലനം, ശബ്ദം, ഗന്ധം എന്നിവയെല്ലാം വേട്ടയാടലിന് സഹായകമാകുന്നുണ്ട്. മാനുകൾക്കും രക്ഷപ്പെടാനുള്ള ചില തന്ത്രങ്ങൾ അറിയാമെന്നതും എടുത്തു പറയേണ്ടതാണ്. ഓടുന്നതിന് മുമ്പ് ചെവി പോലും അനങ്ങാതെ നിൽക്കാനുള്ള ശേഷി മാനിനുണ്ട്. പച്ചപ്പിനിടയിലാണെങ്കിൽ മാനിനെ തിരിച്ചറിയാനാകില്ല. അവർ അനങ്ങുമ്പോഴാണ് കടുവകളും പുള്ളിപ്പുലിയും ഒക്കെ ആക്രമിക്കുന്നത്.